എല്ലാവർക്കും കിക്ക് ആൻഡ് സ്ട്രൈക്കിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ കയ്യിലുള്ള നെഞ്ചക്കുകളെക്കുറിച്ച് സംസാരിക്കാം. ഈ പുറകെ കാണുന്നതാണ് എൻ്റെ നെഞ്ചക്ക് കളക്ഷൻ. അപ്പോൾ അത് ഏതൊക്കെ മെറ്റീരിയൽസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് ചിലത് സ്ട്രിങ്സ് കൊണ്ടുള്ളതുണ്ട്, ചിലത് ചെയിൻ കൊണ്ടുള്ളതുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസും അതൊക്കെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നും എന്നതിനെക്കുറിച്ചൊക്കെ നമുക്കൊന്ന് സംസാരിക്കാം. ആദ്യം ഈ ഒരു നെഞ്ചക്കിനെ കുറിച്ച് സംസാരിക്കാം. അങ്ങനെയുണ്ട്, കണ്ടിട്ട് നല്ല അടിപൊളി സ്ട്രോങ് ആയിട്ടൊക്കെ തോന്നില്ലേ. ഇത് ആക്ച്വലി ഞാൻ ഉണ്ടാക്കിയതാണ്. ഓക്കെ, ഇത് ഉണ്ടാക്കിയത് നമ്മുടെ ക്ലിഞ്ച് ഫിലിം ഉണ്ടല്ലോ, ക്ലിഞ്ച് ഫിലിം, അത് വരുന്ന ആ കവറ് അത് തീർന്നു കഴിയുമ്പം ഒരു ബേസ്ബോർഡിൻ്റെ ഒരു റോളുണ്ട്. അതിലാണ് ഈ ക്ലിഞ്ച് ഫിലിം ഇങ്ങനെ ചുറ്റി വെക്കുന്നത്. അപ്പം അതിൽ 2 എണ്ണം എടുത്തിട്ട് ഞാൻ ബാറ്റൺ എൻ്റെ ഉണ്ടായിരുന്ന ഒരു നല്ല നീളമുള്ളൊരു നെഞ്ചക്കിൻ്റെ ബാറ്റൻ്റെ ലെങ്ത് എടുത്ത് മുറിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ്. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് വെയിറ്റ് ആണ്. നമുക്ക് വളരെ ഇപ്പോൾ ലൈറ്റ് വെയിറ്റ് നെഞ്ചക്കിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര ഫാസ്റ്റായിട്ട് നമുക്ക് മാനുവർ ചെയ്യാം, ഒത്തിരി ഫാസ്റ്റായിട്ട് മാനുവർ ചെയ്യാം. അതാണ് ലൈറ്റ് വെയിറ്റ് നെഞ്ചക്സിൻ്റെ ഒരു ഉപയോഗം. ഇത് അങ്ങനെ ഉള്ള ഒരു നെഞ്ചക്കാണ്. ഞാൻ ഉണ്ടാക്കി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലിഞ്ച് ഫിലിമിൻ്റെ ആ ഒരു അകത്തെ ആ ഒരു ബേസ്ബോൾ എടുത്തു. അതുപോലെ തന്നെ ഇത് എൻ്റെ വേറെ ഒരു നെഞ്ചക്കിൻ്റെ കൂടെ വന്ന സ്ട്രിങ്സ് ആയിരുന്നു, എക്സ്ട്രാ സ്ട്രിങ് ആയിരുന്നു. അപ്പോൾ അത് ഞാൻ ഇതിനകത്ത് വെച്ചു. നമ്മുടെ ഇൻസുലേഷൻ ടേപ്പ് ഉണ്ടല്ലോ, ഇലക്ട്രിക് വർക്ക് ഒക്കെ നടത്തുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ആ ടേപ്പ് മേടിച്ചുകൊണ്ട് ചുറ്റി റെഡി, നെഞ്ചക്ക് റെഡി. ഇത് വളരെ നമുക്ക് ഫാസ്റ്റായിട്ട് ഇങ്ങനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് ഞാൻ UK വന്നിട്ട് ആദ്യം UK വാങ്ങിയ ആദ്യത്തെ നെഞ്ചക്ക് ഇതാണ്. ഇതൊരു ഫോം നെഞ്ചക്കാണ്, ആമസോണിൽ നിന്നാണ് വാങ്ങിച്ച്. ഞാൻ എൻ്റെ ഫസ്റ്റ് യൂട്യൂബ് വീഡിയോ ചെയ്തിരിക്കുന്നത് ഈ ഒരു നെഞ്ചക്കുണ്ടാണ്. അത്യാവശ്യം ഹെവിയാണ്. അത് ഈ ചെയിൻ ഉള്ളതുകൊണ്ടാണ് ഹെവിനെസ് വരുന്നത്. പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റാണ് ഈ ഒരു നെഞ്ചക്ക്. ബാറ്റൺ കറക്റ്റ് ലെങ്ത് ആണ്, ചെയിൻ നോക്കാം. സോ ബേസിക് പ്രാക്ടീസും ആദ്യമായിട്ട് നെഞ്ചക്ക് ഉപയോഗിക്കുന്ന ഒരാൾ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഇതേലത്തെ ഒരു ഫോം നെഞ്ചക്ക് വാങ്ങിയിട്ട് പ്രാക്ടീസ് ചെയ്യാനായിരിക്കും. ഒരു ഡ്രാഗൻ്റെ പടമൊക്കെ ഉണ്ടായിരുന്നു, ഇതിലുണ്ടായിരുന്നു ഇവിടെ. അതൊക്കെ മാഞ്ഞു പോയി. ഓക്കെ, നല്ലൊരു നെഞ്ചക്കാണ്. ഈ നെഞ്ചക്കിൻ്റെ സ്റ്റോറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ RDX മൂവി കണ്ടപ്പോഴാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ഓൾറെഡി എൻ്റെ മനസ്സിൽ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നു. പക്ഷേ RDX മൂവി കണ്ട് വന്നതിൻ്റെ പിറ്റേന്നാണ് ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇത് അങ്ങനെ വാങ്ങിയതാണ്. ആമസോൺ പ്രൈമിൽ ഉണ്ടായിരുന്നു, അങ്ങനെ വാങ്ങിയതാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, RDX മൂവിയെ കുറിച്ചറിയാം. ഹൗ ഇൻസ്പയറിങ് ദാറ്റ് മൂവി വാസ്, അല്ലെങ്കിൽ ദാറ്റ് മൂവി ഈ സ്റ്റിൽ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. ഞാൻ എൻ്റെ അടുത്തൊരു വീഡിയോ ചെയ്യുന്നത് RDX മൂവിയിലെ ഏറ്റവും അവസാനത്തെ ഒരു നെഞ്ചക്ക് ഫൈറ്റിൻ്റെ ഒരു സീക്വൻസ് ഞാൻ ചെയ്തിട്ടുണ്ട്, ഒരു ഷോർട്സ് വീഡിയോ. ഉടനെ തന്നെ അത് റിലീസ് ആകുന്നതായിരിക്കും യൂട്യൂബിൽ. ഇൻക്രെഡിബിൾ, അമേസിങ് മൂവിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട മൂവിയായിരുന്നു, ഭയങ്കര ഇഷ്ടപ്പെട്ടു. വീണ്ടും കണ്ടാലും മടുക്കത്തില്ല. ഓക്കെ, ഒബ്വിയസ്ലി ബാബു ആൻ്റണി, നെഞ്ചക്ക്, ഫൈറ്റ് സീൻസ്, അമേസിങ്. ഓക്കെ, അടുത്തത് ആ നെഞ്ചക്ക് വാങ്ങിയതിന് ശേഷം പിന്നെ ഞാൻ വാങ്ങിയതെന്ന് പറഞ്ഞാൽ ഈ വുഡൻ നെഞ്ചക്കാണ്. ഇത് ഞാൻ eBayയിൽ നിന്ന് വാങ്ങി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു നെഞ്ചക്കാണ്, ഭയങ്കര നൈസാണ്. ഇത് നമുക്ക് ഇതുകൊണ്ട് ഞാൻ ചില വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇത് മാനോവർ ചെയ്യാൻ വളരെ നല്ല, അല്പം വെയിറ്റൊക്കെ ഉണ്ട്. പക്ഷേ ഇത് റിസംബിൾസ് എൻ്റെ ആദ്യത്തെ നെഞ്ചക്ക് ഓൾമോസ്റ്റ് ഇതുപോലെ. പക്ഷേ ബാറ്റിന് ഇത്രയും നീളമില്ല. വൺസ് നമ്മൾ ഹോം നെഞ്ചക്ക് കൊണ്ടൊക്കെ പ്രാക്ടീസൊക്കെ ചെയ്ത് സെറ്റായി കഴിയുമ്പോൾ ഇതുപോലത്തെ ഒരു വുഡൻ നെഞ്ചക്ക് മേടിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഓക്കെ, അടുത്ത നെഞ്ചക്ക് ഞാൻ വാങ്ങിയത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഡബിൾ നെഞ്ചക്ക് യൂസ് ചെയ്യണം. ഡബിൾ നെഞ്ചക്ക് യൂസ് ചെയ്യുമ്പം ഒരേ രീതിയിലുള്ള 2 എണ്ണം വേണം. അപ്പോൾ അങ്ങനെ ഞാൻ വാങ്ങിയ നെഞ്ചക്കാണ് ഇത് 2 എണ്ണം. ഇത് ഒരെണ്ണമാണ് ഞാൻ ആദ്യം വാങ്ങിയത്. ഒരെണ്ണം വാങ്ങി എനിക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഇതെല്ലാം ഒരെണ്ണം കൂടെ വാങ്ങി. ഇത് eBayയിൽ നിന്നാണ് വാങ്ങിയിട്ട് ഇതിൻ്റെ സ്ട്രിങ് ഇവിടെ ഇങ്ങനെ പിന്നി വെച്ചേക്കുന്ന പോലെ ആയിരുന്നു. അപ്പോൾ അത് നമ്മൾ ഇതിൽ കയ്യിൽ ഇങ്ങനെ കറക്കിയിട്ടൊക്കെ റൊട്ടേറ്റ് ചെയ്യുമ്പോഴുണ്ടല്ലോ, അത് കയ്യിൽ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ കൊള്ളുന്നത് ചെറിയ പെയിൻ പോലൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് മുറിച്ച് മാറ്റിയിട്ട് ഇത് മേടിച്ചപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് എക്സ്ട്രാ സ്ട്രിങ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സ്ട്രിങ് യൂസ് ചെയ്ത് ഞാൻ
അത്യാവശ്യം കയ്യിലിങ്ങനെ ഒക്കെ വെച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ലെങ്തിൽ. ഇതിൻ്റെ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് ഒരു ഇച്ചിരി കുറവാണ്. അല്ലേ, നല്ലതാണ്, സ്മൂത്താണ്, സ്ലീക്ക് ആൻഡ് സ്മൂത്ത്. ഓക്കെ, ഇതിൻ്റെ ഞാൻ സ്ട്രിങ് ചേഞ്ച് ചെയ്യുന്നത്, നെഞ്ചിൻ്റെ സ്ട്രിങ് ചേഞ്ച് ചെയ്യുന്നത്, സ്ട്രിങ് ഉണ്ടല്ലോ. ഇപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുണ്ട്, ചെയിനാണ് നടക്കുക അല്ലേ, ഇതിൻ്റെ സ്ട്രിങ്ങാണ്. അപ്പോൾ സ്ട്രിങ് പൊട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാനോ ഒക്കെ നമുക്ക് തന്നെ പറ്റും. അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു വീഡിയോ ഞാൻ യൂട്യൂബിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. യു ക്യാൻ ഗോ ആൻഡ് ചെക്ക്. ഓക്കെ, അതിനുശേഷം ഞാൻ വാങ്ങിയത് ഈ ഫോം നെഞ്ചക്ക്. ഇത് 2 വാങ്ങിയിട്ടുണ്ട്. ഇത് എനിക്ക് വേണ്ടി വാങ്ങിയതല്ല ഈ നെഞ്ചക്ക്, ഇത് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് വാങ്ങിയതാണ്. എനിക്ക് 2 കുട്ടികളാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട്, അവർക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്. ഇടയ്ക്ക് അവരെടുത്ത് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അടിയിടാറുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും അടിയിട്ടാലും കുഴപ്പമില്ല, വലിയ കുഴപ്പമില്ല. എന്നാലും വേദന എടുക്കും ദേഹത്തോണ്ട് കഴിഞ്ഞാൽ വലിയ ഇഞ്ചുറീസ് ഒന്നും ഉണ്ടാകത്തില്ല. സോ കൊച്ചു കുട്ടികൾക്കൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു നെഞ്ചക്ക് വാങ്ങിക്കൊടുക്കുന്നത് നല്ലതായിരിക്കും. നല്ലതാണ്. അവർക്ക് ഒരു, അതായത് പേടിയില്ലാതെ അവർക്കും നമുക്കും അവർ യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു പേടി വരത്തില്ല, അവർക്കും പേടിയില്ലാതെ യൂസ് ചെയ്യാം. സോ ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്, ഇത് 2. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഓക്കെ, പിന്നെ വാങ്ങിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റീൽ നെഞ്ചക്കാണ്. ഈ സ്റ്റീൽ നെഞ്ചക്കാണ് ഞാൻ പിന്നീട് വാങ്ങിയത്. ഇത് നല്ല നൈസായിട്ടുള്ള നെഞ്ചക്കാണ്. ഇത് നമുക്ക് ഇതാണ് ഇതിൻ്റെ ഒരു, ഈ വുഡൻ നെഞ്ചക്കിനേക്കാളും കുറച്ചുകൂടെ വെയിറ്റ് കൂടുതലുണ്ട്. ദേഹത്ത് കൊണ്ടുകഴിഞ്ഞാൽ നല്ല വേദനയാണ്. ഇതുകൊണ്ട് ഇതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. ഒന്ന് ഇങ്ങനെ ഒരു സ്റ്റിക്കായിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, അറ്റ് ദ സെയിം ടൈം നമുക്ക് ഇതൊരു നെഞ്ചക്കായിട്ട് യൂസ് ചെയ്യാം. ഇതിൻ്റെ സ്ട്രിങ്സിന് അത്യാവശ്യം വലുപ്പമുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ ഈ സ്റ്റീലിൻ്റെ നെഞ്ചക്കൊണ്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ അട്രാക്റ്റീവായിട്ട് തോന്നും. ഓക്കെ, കീപ്പ് ഇൻ മൈൻഡ്, ഇത് ദേഹത്തുണ്ട് നല്ല വേദന. ഇത് മാത്രമല്ല, തടിയുടെയും കൊണ്ടു കഴിഞ്ഞാൽ നല്ല വേദനയാണ്. ഓക്കെ, അടുത്ത ഈ പിങ്ക് കളറിലുള്ള ഇത് ഞാൻ ഉപയോഗിക്കാറേ ഇല്ല. ഞാനിത് കണ്ട് ഇതിൻ്റെ ഉണ്ട്. ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന എല്ലാ നെഞ്ചക്കിലേക്കാളും ഏറ്റവും തിക്നെസ് കുറവായിട്ടുള്ള ഒരു നെഞ്ചക്ക ഇത്. ഇത് ഞാൻ ഉപയോഗിക്കും തോറും ഇതിൻ്റെ ഇവിടുന്ന് ഇതിങ്ങനെ ഊരി വരാറുണ്ട്. അത് ഇത്ര സേഫ് അല്ല, കറക്കുന്ന വെള്ളത്തിൽ ഊരി പോവുമോ. തന്നെയല്ല ഇതിൻ്റെ ഭയങ്കര വെയിറ്റ്. ഇത് കാണുമ്പോൾ ചെറുതായിട്ട് തോന്നുമെങ്കിലും ഭയങ്കര വെയിറ്റ്. ഇത് ഞാൻ 1buy എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പിംഗ് ആപ്പ് ഉണ്ട്, അതിനകത്ത് നിന്ന് വാങ്ങിയത് ഇത്. ഇനി പിങ്ക് കളർ എന്ന് പറഞ്ഞാൽ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് പിങ്ക് കളർ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ഒരു പർപ്പിൾ പിങ്കിഷ് കളറാണ്. ഒരാൾക്ക് പർപ്പിളും ഒരാൾക്ക് പിങ്കുമാണ് ഇഷ്ടം. ഇതിനകത്തിൽ ഏകദേശം 2 കളറും വരുന്നുണ്ട്. അപ്പോൾ അതാണ് ഈ ഒരു കളറിൽ ഞാൻ വാങ്ങിയത്. ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല, കാരണം ഭയങ്കര വെയിറ്റാണ്, ഒരു സുഖം തോന്നിയിട്ടില്ല, പിന്നെ സേഫും അല്ല. പിന്നെ ഈ റെഡ്, ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ട്. ഇത് വീട്ടിൽ തന്നെ ഹോം മെയ്ഡ് നെഞ്ചക്കാണ്. ഇത് ഭയങ്കര വെയിറ്റ്ലെസ് ആണ്. ഇത് നമ്മുടെ ബ്രൂമിൻ്റെ ഒരു കൈ ഉണ്ടല്ലോ, അത് മുറിച്ചിട്ട് ഉണ്ടാക്കിയതാണ്, ഡ്രില്ലൊക്കെ ചെയ്ത്. ഇത് ഞാൻ വീട്ടിൽ എങ്ങനെ നെഞ്ചക്ക് ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഈ നെഞ്ചക്ക. വളരെ വെയിറ്റ്ലെസ് ആണ്, ഭയങ്കര ഫാസ്റ്റായിട്ട് നമുക്കിത് മാനൂവർ ചെയ്യാം. അപ്പം ഇതൊക്കെയാണ് എൻ്റെ നെഞ്ചക്ക് കളക്ഷൻ. നമ്മൾ പറഞ്ഞിരുന്നു ഞാൻ മാർഷ്യൽ ആർട്സിലേക്ക് എപ്പം വന്നു, അല്ലെങ്കിൽ എങ്ങനെ വന്നു, അല്ലെങ്കിൽ എന്നെ ഇൻസ്പയർ ചെയ്ത മൂവീസ്. ചിലമ്പ്, എൻ്റെ ഓർമ്മയിൽ ഏറ്റവും ആദ്യം വരുന്നത് ചിലമ്പ് എന്ന് പറയുന്ന മൂവിയാണ്. റഹ്മാൻ ആൻഡ് ബാബു ആൻ്റണി, അമേസിങ്. ആ മൂവി ഇപ്പോഴും എൻ്റെ മനസ്സിലിങ്ങനെ ഭയങ്കര വിവിഡായിട്ട് കിടപ്പുണ്ട്, ഭയങ്കര അടിപൊളി. ഞാൻ പിന്നെ ഒരു പ്രാവശ്യം കൂടെ കണ്ടിട്ടുണ്ട്. മ്യൂസിക് അടിപൊളി, സ്റ്റോറി അടിപൊളി, സൂപ്പർ മൂവി. അപ്പോൾ അതിനകത്തുള്ള ഫൈറ്റ് സീൻസ് കണ്ട് എനിക്ക് ആദ്യം കളരിപ്പയറ്റ് പഠിക്കുന്നതെന്നായിരുന്നു ആഗ്രഹം. നമ്മുടെ കളരിപ്പയറ്റിനെ മദർ ഓഫ് മാർഷ്യൽ ആർട്സ് എന്നാണ് പറയുന്നത്. അതങ്ങനല്ല, മദർ ഓഫ് മാർഷ്യൽ ആർട്സ് അല്ല എന്നൊക്കെ പറയുന്ന കുറച്ച് വിഭാഗക്കാരുണ്ട്. അല്ലെങ്കിൽ കളരിപ്പയറ്റാണ് മദർ ഓഫ് മാർഷ്യൽ ആർട്സ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ബട്ട് അതിനെ മദർ ഓഫ് മാർഷ്യൽ ആർട്സ് എന്ന് തന്നെ വിശ്വസിക്കാനാണ് എൻ്റെ താല്പര്യം. ഞാൻ പഠിച്ചത് കരാട്ടെയാണ്. ബട്ട് ഇപ്പോഴും എനിക്ക് കളരിപ്പയറ്റ് പഠിക്കാനൊരു ചാൻസ് കിട്ടിയാൽ ഒബ്വിയസ്ലി ഞാൻ കളരിപ്പയറ്റ് ഇപ്പോഴാണെങ്കിലും ഞാൻ പഠിക്കും. എനിക്ക് അന്ന് പഠിക്കാൻ പറ്റിയെന്ന് പറഞ്ഞാൽ ഞാൻ കായംകുളം, എൻ്റെ നാട് കായംകുളമാണ്. അപ്പോൾ അവിടെ എനിക്ക് കളരിപ്പയറ്റ് പഠിക്കാനുള്ള ഒരു സാഹചര്യം അവിടെ ഇല്ലായിരുന്നു ആ സമയത്ത്. അതുകൊണ്ടാണ് കളരിപ്പയറ്റ് പഠിക്കുന്നത്. ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ്, മദർ ഓഫ് മാർഷ്യൽ ആർട്സ്. ഓക്കെ, പിന്നെ ബാബു ആൻ്റണിയുടെ മൂവീസ് മിക്കതും ഞാൻ കണ്ടിട്ടുണ്ട്. പുള്ളി നമ്മളൊരു വലിയ ഇൻസ്പിറേഷനാണ്.
ഇപ്പോഴും ഇൻസ്പിറേഷനാണ്. എനിക്ക് തോന്നുന്നു പല കുട്ടികൾക്കും പുള്ളിയായിരിക്കും ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ മാർഷൽ ആർട്സ് പഠിക്കാനും പിന്നീട് നമുക്കത് കണ്ടിന്യൂ ചെയ്യാനും ഒക്കെ ഉള്ള ഒരു വലിയ ഇൻസ്പിറേഷൻ. മലയാളികൾക്ക് ഈ മാർഷൽ ആർട്സ് അറിയാവുന്ന മലയാളികൾക്ക്, പിള്ളേർക്ക് എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനി ആർട്ടിസ്റ്റാണ് ബാബു ആൻ്റണി. അദ്ദേഹത്തിൻ്റെ മിക്ക മൂവീസും ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, പിന്നെ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പം നമ്മുടെ RDX, പിന്നെ ഏത് മൂവി, പിന്നെ ഞാൻ പണ്ട് നമ്മുടെ ഈ വീഡിയോ കാസറ്റ് സമയത്ത് ബ്രൂസ്ലിയുടെ മിക്ക പടങ്ങൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, മിക്ക പടങ്ങൾ, ജെറ്റ് ലി, ബ്രൂസ്ലി, ജാക്കി ചാൻ. ഓക്കെ, സോ ഞാൻ മാർഷൽ ആർട്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് എൻ്റെ 7th സ്റ്റാൻഡേർഡിലെ വെക്കേഷൻ ടൈമിലാണ്. ഓക്കെ, അത് ഞാൻ പഠിക്കാൻ പോകുന്ന നേരത്ത് വീട്ടിൽ നിന്ന് ഭയങ്കര എതിർപ്പൊക്കെ ആയിരുന്നു. എതിർപ്പം ഇൻ ദ സെൻസ് അവർക്ക് പേടിയായിരുന്നു എന്തെങ്കിലും ഇഞ്ചുറി ആവുമോ, കൈയൊടിയും. സോ ഒരുപാട് ആൾക്കാർ അങ്ങനെ പറയുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതിന് വിട്ട് കഴിഞ്ഞാൽ കൈയൊടിയും, കാലൊടിയും, അങ്ങനെയൊക്കെ. അതുപോലെ തന്നെ ഈവൻ സംബഡി ഹാവ് ടോൾഡ് മൈ പേരൻസ് ദാറ്റ് നമുക്കൊരു കൺസെൻറ്റ് ആദ്യം എഴുതി വെക്കണം. അതായത് നമ്മുടെ ജീവനോ നമുക്ക് ഇഞ്ചുറീസോ എന്തെങ്കിലുമൊക്കെ വരുമോ, അപകടം എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കൺസെൻറ്റ് ആദ്യം എഴുതി വെക്കണം. ഇതൊക്കെ കേട്ടപ്പോഴേ നമ്മുടെ പേരൻസ് ഓൾറെഡി പേടിച്ചിരിക്കുന്നവർ പേടിച്ചു. ഒത്തിരി കഷ്ടപ്പെട്ട് കൺവിൻസ് ചെയ്താണ് പോകാൻ തുടങ്ങിയത്. ഒക്കിനാവൻ ഷോറിൻട്രു അരുണോദയൻ എന്ന് പറഞ്ഞ് എൻ്റെ മാഷിൻ്റെ കീഴിലാണ് ഞാൻ കരാട്ടെ ആദ്യം പഠിക്കുന്നത്. ബ്ലാക്ക് ബെൽറ്റ് വരെ പോയി. അതിനുശേഷം കുറച്ച് നാൾ സാറിൻ്റെ അണ്ടറിൽ തന്നെ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു. സാറിൻ്റെ ഞാൻ പഠിച്ച ക്ലാസ്സിൽ തന്നെ ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ നേഴ്സിങ്ങിന് പോയി. നേഴ്സിങ്ങിന് ഞാൻ കർണാടകയിലൊക്കെ പോകുന്നു. അപ്പോഴത്തേക്ക് എൻ്റെ ഈ കരാട്ടയുടെ ഒരിത് ബ്രേക്കായി. നമ്മൾ ഇപ്പോൾ മാർഷൽ ആർട്സ് ഒരിക്കൽ പഠിച്ചിട്ടുള്ള ഒരാൾക്ക് നമുക്കതിങ്ങനെ നമ്മുടെ ബ്ലഡിൽ ഇങ്ങനെ കിടക്കും. അതിങ്ങനെ അതിനെ നമുക്ക് മറക്കാനോ അല്ലെങ്കിൽ അതിനെ ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാനോ ഒരിക്കലും പറ്റത്തില്ല. സോ ദാറ്റ്സ് വാട്ട് ഹാപ്പൻ ടു മീ ആസ് വെൽ. ഇപ്പോഴും ഞാൻ ഇതൊക്കെ ഈ ചെയ്യുന്നതൊക്കെ അതുകൊണ്ടാണ്. ഓക്കെ, അപ്പം ഞാൻ നേഴ്സിങ്ങിന് പോയി. നേഴ്സിങ്ങിന് ചെന്ന് എൻ്റെ കോളേജ് ചേർന്നു. എൻ്റെ കോളേജിൻ്റെ ഫ്രണ്ടിലൊരു സ്കൂളാണ്. ഞാൻ അവിടെ നോക്കുമ്പോൾ അവിടെ ഒരു കരാട്ടെ ക്ലാസ്സിൻ്റെ ഒരു അഡ്വർടൈസ്മെൻറ്റ് ആ സ്കൂളിൽ കാണും. എൻ്റെ നേഴ്സിംഗ് കോളേജിൻ്റെ ഓപ്പോസിറ്റ്, ജസ്റ്റ് ഓപ്പോസിറ്റ്. ഓക്കെ, ഞാൻ സ്ട്രെയിറ്റ് അടുത്ത ഒരു ദിവസം ഞാൻ അവിടെ പോയി കരാട്ടെ മാഷിനെ കാണുന്നു. ഷോട്ടോക്കാൻ കരാട്ടെയാണ് അവിടെ പഠിപ്പിക്കുന്നത്. ഓക്കെ, ഞാൻ സംസാരിച്ചു വന്നപ്പോൾ മനസ്സിലായി മാഷ് ഒരു മലയാളിയാണ്, പ്രവീൺ. അദ്ദേഹത്തിൻ്റെ പേര് പ്രവീൺ എന്നായിരുന്നു. അദ്ദേഹം മരിച്ചുപോയി. ഒരു ട്രാജിക് ആക്സിഡൻറ്റിലായിരുന്നു. ഇറ്റ്സ് ഒരു വേദനയുള്ള ഒരു ഇതാണത്, ഒരു ഓർമ്മയാണത്. ഓക്കെ, അപ്പം അവിടെ പഠിക്കാൻ തുടങ്ങി. ഞാൻ ഇങ്ങനെ ഷോറിൻട്രൂയിൽ ബ്ലാക്ക് ബെൽറ്റ് നേടിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പം സാർ പറഞ്ഞു, ഓക്കെ, നമുക്ക് വീണ്ടും ഫസ്റ്റിൽ നിന്ന് ഷോട്ടോക്കാൻ ഫസ്റ്റിൽ നിന്ന് തുടങ്ങേണ്ട കാര്യമില്ല, നമുക്ക് അങ്ങനെ തന്നെ പോകാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ ബ്ലാക്ക് ബെൽറ്റ് കെട്ടിക്കൊണ്ട് തന്നെയായിരുന്നു അവിടെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. സോ ഷോട്ടോക്കാനും ഷോറിൻട്രൂവും തമ്മിൽ വലിയ വ്യത്യാസമില്ല. സ്റ്റാൻഡ്സിലൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ. കത്താസ് എല്ലാം സെയിം ആയിരുന്നു. കത്താസിൻ്റെ സ്റ്റാൻഡ്സിലൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ. സോ എനിക്ക് പെട്ടെന്ന് പഠിക്കാനായിട്ട് ഈസിയായി. അവിടെയും കുറച്ച് ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പം ഞാൻ ക്ലാസ് അവിടെയും എടുക്കാൻ തുടങ്ങി. അപ്പം ഇപ്പോൾ മാഷ് വരുമ്പം അങ്ങനെയാണല്ലോ എല്ലാവർക്കും. മാഷ് വരാനായിട്ട് കുറച്ച് ലേറ്റ് ആവുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഓൾറെഡി ഇപ്പോൾ 6 o'clock ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എക്സസൈസും കാര്യങ്ങളൊക്കെ ഓൾറെഡി അവിടെ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെയായിരുന്നു. അവിടെ എനിക്ക് കുറച്ച് സെമിനാർസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റി. ജപ്പാനിൽ നിന്നൊക്കെ വന്നിട്ടുള്ള മാഷിൻ്റെ ചില സെമിനാർസ് അറ്റൻഡ് ചെയ്യാൻ പറ്റി അവിടെ. വേറെ നല്ല കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം മലയാളിയായിരുന്നു. ഭയങ്കര കോയിൻസിഡൻസ് ആയിരുന്നു. സോ ഇറ്റ് വാസ് വണ്ടർഫുൾ. അങ്ങനെ നേഴ്സിംഗ് കഴിഞ്ഞു. നേഴ്സിംഗ് പഠിച്ച സമയത്ത് എനിക്ക് അവിടെയും കരാട്ടെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റി. ഞാൻ അതിന് വളരെ ഗ്രേറ്റ്ഫുള്ളാണ്, ആ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടിയത്. സോ അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ സൗദിയിലേക്ക് ജോലിക്ക് പോകുന്നു. അങ്ങനെ നമുക്ക് ഇതിൻ്റെ പിന്നെ ജോലി, കല്യാണം അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റിയൊക്കെ കുറഞ്ഞു അല്ലേ. പിന്നെ ഇതുപോലെ ഓരോ മൂവീസാണ് എന്നെ പിന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നത് ഇടയ്ക്കിടയ്ക്ക്. അപ്പം സൗദിയിലായിരുന്നപ്പോഴും ഞാൻ എക്സസൈസ് റെഗുലറായിട്ട് ചെയ്യും, പ്രാക്ടീസ് ചെയ്യും. ഓക്കെ, അപ്പം ഇവിടെ വന്നു, യു കെ വന്നപ്പോഴാണ് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം സോ that's a story. That's my nunchuck collection. That's my martial arts story. That's it. അങ്ങനെ ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നു. ഓക്കെ, വേറെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, കൂടുതലൊന്നും പറയാനില്ല. ഓക്കെ,
സോ നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, കീപ് പ്രാക്ടീസിങ്, എൻജോയ് ലൈഫ്, എൻജോയ് മാർഷൽ ആർട്സ്, learn new things every day. Have a wonderful Nanchak day. Take care.